ഹായ് ഹലോ. ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വ്ലോഗിൻ്റെ ബാലൻസ് ആണ് കേട്ടോ. കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ ഞാറയ്ക്കൽ ബീച്ചിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് കടമക്കുടിക്കാണ്. ആക്ച്വലി കടമക്കുടിക്ക് പോകാനായിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഈ സ്പോട്ടൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് അങ്ങോട്ട് വിട്ട് കളയാൻ തോന്നിയില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ഞാറയ്ക്കൽ ബീച്ചിൽ നിന്ന് കയറി വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു വൈപ്പിൻ മേഖലയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ പാലങ്ങളുടെ പേരൊക്കെ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ കറക്റ്റായിട്ട് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ തുരുത്ത് പോലെയാണ്. കായലുകൾ, പാലങ്ങൾ, അങ്ങനെ തുരുത്ത് പിടിച്ച ഒരു ഏരിയയാണ്. അതിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കടമക്കുടിക്ക് പോകുകയാണ്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ അന്നത്തെ ദിവസം കടമക്കുടിക്ക് പോയില്ല. അത് നിങ്ങൾക്ക് ഈ വ്ലോഗ് കംപ്ലീറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അങ്ങനെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ കടമക്കുടി റൂട്ടാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്ന ടൈമിലുണ്ടല്ലോ ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്ലേസ് കണ്ടു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. എനിക്കങ്ങനെ കറക്റ്റ് ഇന്ന സ്ഥലത്ത് അങ്ങനെ പോകണമെന്നില്ല. പോകുന്ന ടൈമിൽ എവിടെയെങ്കിലുമൊക്കെ നല്ല നല്ല പ്ലേസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്യാനും അത് നിങ്ങളിലേക്കൊക്കെ ഷെയർ ചെയ്യാനും എനിക്ക് തോന്നും. അങ്ങനെ ഞാൻ ഇങ്ങനെ പോകുന്ന ടൈമിൽ കണ്ട ഒരു നല്ലൊരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആയിരുന്നു കേട്ടോ ഈ പെഴല എന്ന് പറയുന്ന സ്ഥലം. നല്ല അതിമനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. ഇപ്പം ഞാനവിടെ എത്തിയിട്ടില്ല. അങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയിൽ നിന്ന് 12 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ. അതായത് കളമശ്ശേരിയിൽ നിന്ന് കണ്ടെയ്നർ റോഡ് വഴി വരുമ്പോൾ ആ റൂട്ടിലാണ് ഈ പെഴല ബ്രിഡ്ജ് കാണുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്തേക്കും തൃശ്ശൂർ ഭാഗത്തേക്കും കണ്ടെയ്നേഴ്സൊക്കെ എളുപ്പത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു വഴി കൂടിയാണ് ഈ കണ്ടെയ്നർ റോഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പെഴല ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. ഇവിടെ ഈവനിംഗ് ടൈമിൽ വരാണെങ്കിലുണ്ടല്ലോ സൂര്യാസ്തമയമൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാം. ഇവിടെ വന്നപ്പോൾ തന്നെ ധാരാളം കപ്പിൾസ്, അതുപോലെ തന്നെ ബാച്ചിലേഴ്സ്, കോളേജ് സ്റ്റുഡൻസ്, ഇവരൊക്കെയാണ് ധാരാളമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അപാരമാണ് കേട്ടോ. ആക്ച്വലി ഞാൻ കടമക്കുടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ട് വന്നത്. പക്ഷേ എനിക്ക് ഈ വ്യൂ കണ്ടപ്പോൾ എനിക്കത് മിസ് ചെയ്ത് കളയാൻ തോന്നിയില്ല. അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഞാൻ ഈ റൂട്ട് വരുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സന്ധ്യയോടെ അടുക്കുന്ന ഒരു ടൈമാണ്. ഒരു 6 മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല മഴയും കൂടി ആയപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. പിന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ട് വലിയ കാര്യമില്ലാന്ന് തോന്നി. പിന്നെ നമ്മൾ ഈ വീഡിയോ, അതായത് ഇവിടുത്തെ വ്യൂ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക എന്നൊന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം കൂടിയാണല്ലോ. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ. ഇവിടെ കയാക്കിങ്ങിനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ഫാം ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പാലം തന്നെ പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു പാലം തന്നെയാണ്. നല്ല ലെങ്ത് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1 കിലോമീറ്ററിന് അടുത്തോളം ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്കറിയാലോ വൈപ്പിൻ മേഖല എന്ന് പറയുന്നത് ഒരു ചെറിയ തുരുത്താണ്. അവിടെ ആളുകളുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ധാരാളമായിട്ടും ഈ വൈപ്പിൻ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതലും ഇതുപോലുള്ള ഏരിയാസാണ് കാണാൻ സാധിക്കുക കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ ഉള്ള വഴി എന്ന് പറയുന്നത് ചെറിയൊരു വഴിയാണ്. അപ്പോൾ ഈ കായലിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത്, പണ്ട് ഇവിടെ നെൽകൃഷിയാണോ ചെയ്തതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം നെൽകൃഷിക്കുള്ള പാടങ്ങളില്ല. നമ്മുടെ നാട്ടിൻപുറത്താണെങ്കിൽ നെൽകൃഷിയൊക്കെ ചെയ്യുന്ന പാടങ്ങൾ ഇതുപോലെയൊക്കെയല്ലേ, ഒരു ചെറിയൊരു വരമ്പുണ്ടാവും. അതുപോലെ തന്നെ ചെറിയൊരു വരമ്പാണ് കേട്ടോ ഇവിടെ. ആ വരമ്പിൻ്റെ ഉള്ളിലൂടെ നടക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ ഈ പാലവും ഇതിൻ്റെ ഓവറോൾ വ്യൂ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് നല്ല ലെങ്ത്തുള്ള പാലം തന്നെയാണ് കേട്ടോ. ഇവിടെ കുറേ കൂടുതലും ഫാം ഹൗസുകളൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഈ ഫാം ഹൗസിൽ ഇങ്ങനെ വരും. അവിടെ ചെറിയ ടിക്കറ്റ് എടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഫാം ഹൗസിലേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ ആ പാലത്തിലൂടെ നടന്ന് ആ പെഴല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ ഞാനങ്ങനെ ആസ്വദിക്കുകയാണ്. അവിടെ ചെറിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ കയാക്കിങ്ങിനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം നീണ്ട് കിടക്കുകയാണ് ഈ കായൽ. ഇതിൽ ചെമ്മീൻ കൃഷിയൊക്കെ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പെഴല എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അതായത് ആ ചെറിയ വരമ്പ് പോലെയുള്ള സ്ഥലങ്ങളില്ലേ, അങ്ങനെയുള്ള വഴിയിലൂടെ ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ കൊക്ക്, ഞാൻ വിചാരിച്ചത് അത് ഒരു ഡമ്മി കൊക്കാന്നാണ് കേട്ടോ വിചാരിച്ചത്. കൊക്ക് മീൻസ് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്ന ഒരു കൊക്കാണ്. അതിലും വ്യത്യസ്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വൈറ്റും ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു പ്രത്യേക തരം കൊക്കാണ് ഞാനിവിടെ കൂടുതലായിട്ടും കണ്ടത്. അവറ്റകളാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ അനങ്ങാണ്ട് സ്റ്റാച്ചു പോലെ നിൽക്കുക. അപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ നിന്ന് നോക്കുകയാണ് അത് ഒറിജിനൽ ആണോ അതോ ഡമ്മി ആണോ എന്ന്. പക്ഷെ അത് ഒറിജിനൽ കൊക്ക് തന്നെയായിരുന്നു. പിന്നെ ഞാനിങ്ങനെ നടന്ന് പോവുകയാണ്. ചെറിയ വരമ്പാണ്. ഈ കായലിൽ നിന്ന് കോരിയെടുക്കുന്ന മണ്ണ് വെച്ച് ചെറിയ ഒരു വഴി പോലെയാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചെറിയ കാറുകൾ, അതായത് 4 വീലേഴ്സൊക്കെ കഷ്ടി ഇങ്ങനെ പോകും കേട്ടോ. പക്ഷേ ഇവിടെ ഷോപ്പൊക്കെ നടത്തുന്ന, അതായത് ഫാം ഹൗസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും കൂടുതൽ ഇതിലൂടെ വണ്ടി കൊണ്ട് പോകുന്നത്. അല്ലാതെ
ടൂറിസ്റ്റുകൾ ഇത് കാണാൻ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ തന്നെ ഇതുപോലെ നടന്നാട്ടോ ഇതിലൂടെ ഇങ്ങനെ പോകുന്നത്. ആക്ച്വലി ആ ബ്രിഡ്ജിൽ നിന്ന് കറക്റ്റ് ഒരു സ്റ്റെയർ ഉണ്ടായിരുന്നു ഇവിടുന്ന് ഇറങ്ങാൻ. പക്ഷെ ഞങ്ങളത് കണ്ടില്ല. അതുകൊണ്ട് കുറച്ച് കറങ്ങിയിട്ടാട്ടോ ഞങ്ങളിങ്ങനെ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് എത്രമാത്രം ഉണ്ടെന്ന്. ഞങ്ങളിങ്ങനെ ചുറ്റിക്കിടക്കാണ് കേട്ടോ ഈ ബ്രിഡ്ജ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് കുറേ അങ്ങോട്ട് പോയപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ ചെറിയൊരു, അതായത് റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു സ്റ്റെയർ താഴേക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ കൂടുതലും, അതായത് ടൂറിസ്റ്റുകൾ കൂടുതലും ടൂ വീലേഴ്സിൽ വരും, അതുപോലെ നടന്നാണ് വരുന്നത്. കാറും കൊണ്ട് അങ്ങനെ റെയർ ആയിട്ടാട്ടോ ആളുകൾ വരുന്നത്. കാരണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഇങ്ങനെ പാടം പോലെയല്ലേ കിടക്കുന്നത്, വെള്ളമല്ലേ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഫോർ വീലറൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കടന്നു പോകാനുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം കൂടുതൽ ആളുകൾ ഫോർ വീലേഴ്സ് എടുക്കാണ്ട് ഇതുപോലെ നടന്നും അതുപോലെ തന്നെ ടൂ വീലേഴ്സിലൊക്കെ ഇങ്ങനെ വരുന്നത്. ഫോർ വീലറിൽ വരുന്നവർക്ക് പെഴല ബ്രിഡ്ജിൽ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കടന്നു വരാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഫാം ഹൗസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ ടിക്കറ്റ് എന്തോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫാം ഹൗസ് എന്ന് പറയുന്നത് ഈ തെങ്ങിൻ്റെ ഓല കൊണ്ട് മെടഞ്ഞ ചെറിയ ചെറിയ ഷെഡുകളാണ്. നല്ല രസമാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ മെടഞ്ഞ് വെച്ച് ഇരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഒരാൾക്ക് എന്തോ 20 റുപ്പീസാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ നോക്കി പ്രകൃതിയുടെ ഓവറോൾ വ്യൂ ഒക്കെ ഒന്ന് നോക്കുകയാണ്. മഴമേഘങ്ങൾ ഇങ്ങനെ മാനത്തിങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുകയാണ്. ഇപ്പം മഴ പെയ്യും, ഇപ്പം മഴ പെയ്യും, ആ രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ പോവുകയാണ്. അങ്ങനെ കുറേ നേരം കുറച്ച് നേരം ഞങ്ങളിങ്ങനെ നടന്നു കേട്ടോ. വലിയ പിന്നെ കാര്യത്തില് ഇവിടുത്തെ വാഗ്വേനെ കുറിച്ച് പറയാനുണ്ടെങ്കിലേ ഒരു പ്രത്യേക തരം വാഗ്വയാണ് കേട്ടോ. ഇവിടുത്തെ കായലിൽ നിന്ന് കോരിയെടുക്കുന്ന മണ്ണ്, അതായത് പണ്ട് ഈ പാടവരമ്പത്തൊക്കെ ഇങ്ങനെ വരമ്പുണ്ടാക്കൂലേ, അതുപോലത്തെ ഒരു ചെറിയ വാഗ്വയാണ് കേട്ടോ. അപ്പോൾ ഈ വാഗ്വേ ഉടനീളം ഇങ്ങനെ മാറ്റി വിരിച്ചിരിക്കുകയാണ്. ഈ മാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൂൽച്ചാക്കൊക്കെ ഇല്ലേ, ആ നൂൽച്ചാക്കിൻ്റെ ഒരു ഫാബ്രിക് ആണെന്ന് തോന്നുന്നു. അതിങ്ങനെ വാഗ്വേ ഉടനീളം വിരിച്ചിട്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് തൊട്ടടുത്തൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ഒരു റൗണ്ട് ഷേപ്പിലാണ് ആ ബ്രിഡ്ജ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറേ ആളുകൾ ഇങ്ങനെ റീൽസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ കാര്യത്തിന് റീൽസൊക്കെ എടുക്കാം എന്നൊക്കെ കരുതി ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ആകാശത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല മഴമേഘങ്ങൾ ഇങ്ങനെ പെയ്യും പെയ്യും എന്നുള്ള നിലയിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ മഴയൊക്കെ പെയ്തു ഓടി ഞങ്ങൾ ഷെഡിലേക്ക് തിരിച്ച് കയറി കേട്ടോ. പിന്നെ മുന്നോട്ട് പോയാലും വേറെ ഷെഡുകളൊന്നും അടുത്തില്ല. പിന്നെ കുറേ നടന്നു പോയാലാണ് അവിടെ ഫാം ഹൗസ് ൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത ആ ഷെഡിലേക്ക് തന്നെ ഞങ്ങൾ ഓടി കയറി. ഇവിടെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഇവിടെ കുറേ ബാച്ചിലേഴ്സ്, കോളേജ് സ്റ്റുഡൻസ്, അതുപോലെ തന്നെ കപ്പിൾസ്, ഫാമിലീസ് ഒക്കെ ഉണ്ട്. അവരൊക്കെ ഈ ഷെഡിൽ ഇങ്ങനെ മഴ കാരണം ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ മഴ പെയ്തപ്പോൾ ഉണ്ടല്ലോ നല്ല പ്രത്യേക വൈബ് തന്നെയായിട്ട് ഇങ്ങനെ ഓളം തെറ്റി വെള്ളം ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമല്ലേ. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ റീൽസ് എടുക്കാനൊക്കെ ആയിട്ട് കുറേ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങനെ മഴയത്ത് ഇറങ്ങി ഇങ്ങനെ നടന്ന് ഡാൻസ് ചെയ്യുന്നു, റീൽസ് എടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ വാക്ക്വേ ഉടനീളം ഇങ്ങനെ തെങ്ങുകളൊക്കെ നിൽക്കുന്നതായിട്ട് കാണാം. കുറേ ഉണ്ട് കേട്ടോ, കുറേ തെങ്ങുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് പെഴലയിൽ വന്ന് കാണാനുള്ള കാഴ്ചകളെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പെഴല ബ്രിഡ്ജിൽ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ ബ്രിഡ്ജ്, അവിടെ വന്ന് നിന്നാൽ തന്നെ ഇത് ഫുള്ള് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിൻ്റെ ഫാം ഹൗസിലേക്ക് വന്നോന്നില്ല. ഫാം ഹൗസിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് ലൈവായിട്ട് കുറേ കാര്യങ്ങളൊക്കെ കാണാം എന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് അങ്ങനെ മഴയായതുകൊണ്ട് കാണാനൊന്നും സാധിച്ചില്ല. പിന്നെ മഴ കുറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഫാം ഹൗസിലേക്കല്ല പോയത്, ഞങ്ങൾ നേരെ കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു. അവരൊക്കെ തിരിച്ച് ടിക്കറ്റ് എടുത്തിട്ട് കാണാൻ പറ്റാണ്ട് തിരിച്ച് പോകുന്ന കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മഴയത്ത് ഭയങ്കരമായിട്ട് ഓടിക്കതച്ചു. ഇതൊക്കെ ബാക്കിൽ നിന്ന് ഒരാൾ വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓട്ടത്തിന് തന്നെ 100ൽ 150 മാർക്ക് കിട്ടിയേനെ. അതുപോലത്തെ ഓട്ടമായിരുന്നു എല്ലാവരും. ഇങ്ങനെ ഞങ്ങളിങ്ങനെ പോയി. അങ്ങനെ നമ്മൾ ഈ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളൊരു ഡെസ്റ്റിനേഷൻ പോയിന്റിലൊക്കെ പോയി കഴിഞ്ഞിട്ട് മഴ പെയ്ത് എന്തായാലും ഒരവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്ഥലത്ത് ഒരു ദിവസം വരെയെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. See you.